നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ട്രോളിംഗ് നിരോധനം നീക്കി. ഹൊസ്ദുർഗ് കടപ്പുറത്ത് അനധികൃത മത്സ്യബന്ധനത്തിനെത്തിയ ബോട്ട് വള്ളക്കാർ തടഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വികസന സെമിനാർ നടന്നു. നന്മയുടെ കരങ്ങൾക്ക് അനുമോദനമർപ്പിച്ച് രാവണീശ്വരത്തുകാർ. കുണിയയിലെ നാട്ടുകാരെയാണ് അനുമോദിച്ചത്. പ്ലാസ്റ്റിക് മാലിന്യ വിമുക്തമാകും ഉദയനഗർ. പ്രകൃതി മിത്ര സഞ്ചികളുമായി ഫ്രണ്ട്സ് ക്ലബ്ബ് പ്രവർത്തകർ. ലോക മുലയൂട്ടൽ വാരാചരണം നടന്നു. വിവിധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടെ ഹജ്ജാജിമാർക്ക് സ്വീകരണം നൽകി. പൂങ്കാവനം കർപ്പൂരേശ്വര ക്ഷേത്രം ഭാഗവത കഥകളിൽ ലയിച്ചു. ശ്രീമദ് ഭാഗവത ധർമ്മ വിചാര സത്രത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകളെ മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് വകുപ്പ് നിയമ നടപടിയെടുത്തു. ഹൊസ്ദുർഗ് കടപ്പുറത്ത് മീൻപിടുത്തത്തിലേർപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ദൂരപരിധി ലംഘിച്ച് മീൻപിടുത്തത്തിലേർപ്പെട്ട ബോട്ടുകളെ തടഞ്ഞു. ഫിഷറീസ് നിയമപ്രകാരമുള്ള ദൂരപരിധി ലംഘിച്ചതിനാണ് ബോട്ടുകൾ തടഞ്ഞത്. തൈക്കടപ്പുറത്തെ അഷ്റഫിന്റെ ഉടമസ്ഥയുള്ള ബോട്ടാണ് പിടിച്ചെടുത്തത്. തുടർന്ന് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നിയമപരമായ നടപടികൾ എടുത്തു. സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ തീരദേശ പോലീസും തലസെത്തിയിരുന്നു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ജയനാരായണന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടന്നു. മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാക്കളായ കാറ്റാടി കുമാരൻ, ഗണേശൻ, കുറുമ്പാഭഗവതി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ രാജൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ദൂരപരിധി ലംഘിച്ചുകൊണ്ട് ബോട്ടുകൾ മീൻപിടുത്തം ഉപേക്ഷിക്കാമെന്ന തീരുമാനത്താണ് ചർച്ച അവസാനിച്ചത്. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ 2016-17 വർഷത്തെ വികേന്ദ്രീകൃത ആസൂത്രണ പദ്ധതിയുടെ മുന്നൊരുക്കങ്ങൾ തുടങ്ങി. വികസന സെമിനാർ നടന്നു. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നഗരസഭയുടെ 2016-17 വർഷത്തെ പദ്ധതി രൂപീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. നഗരസഭാ വികസന സെമിനാർ നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വാർഡിനകത്തും കാഞ്ഞങ്ങാട്ടെ ജനങ്ങളാണ് താമസിക്കുന്നത്. എല്ലാ വാർഡിനകത്തും വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. എന്റെ വാർഡാണ്, അല്ലെങ്കിൽ ഒരു വാർഡിന് ഇത്ര ലക്ഷമാണ്, അങ്ങനെയൊന്നുമില്ല. എവിടെയാണോ വികസനം വേണ്ടത് അതിനായിരിക്കണം മുൻതൂക്കം കൊടുക്കുന്നത്. ഏതിനാണോ പ്രാധാന്യം അതിനായിരിക്കണം നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. ഈ 5 കൊല്ലം കൊണ്ട് കാഞ്ഞങ്ങാടിനെ തേനം പാലാത്ത് മാറ്റാം എന്നൊന്നും ധാരണ എനിക്കില്ല. പക്ഷേ ചിലതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അതിന് ഒരു പദ്ധതി നമ്മൾ മുന്നോട്ട് വെച്ചാൽ അതിന് ഫോളോ അപ്പ് ഉണ്ടാകും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ 6 മാസക്കാലത്തെ ഭരണസമിതിയുടെ പ്രവർത്തനം ചൂണ്ടിക്കാണിക്കുന്നത്. 6 മാസം എന്ന് പറഞ്ഞാൽ അതിൽ 3.5 മാസവും ഇപ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നീണ്ട കാലയളവായിട്ട് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ നമ്മൾ നടപ്പിലാക്കേണ്ട പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ഏറെ പരിമിതികളുണ്ടായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ഉണ്ണികൃഷ്ണൻ പദ്ധതി രേഖ അവതരിപ്പിച്ചു. കില ഫാക്കൽറ്റി അംഗം പപ്പൻ കുട്ടമത്ത് ക്ലാസ് എടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗംഗാ രാധാകൃഷ്ണൻ, ടി വി ഭാഗീരഥി, മഹമ്മൂദ് മുറിയനാവി, എം നാരായണൻ, സി കെ വത്സലൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എൽ സുലേഖ അധ്യക്ഷയായി. ഡി വി സനൽകുമാർ സ്വാഗതവും കെ പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു. രാവണേശ്വരം സാമൂഹ്യ വിനോദ വികസന കലാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കുണിയയിലെ നന്മയുടെ കരങ്ങളെ അനുമോദിച്ചു. ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കഴിഞ്ഞ ജൂൺ 2-ാം തീയതി രാമഗിരിയിൽ നിന്ന് ബോവിക്കാനത്തേക്ക് പോവുകയായിരുന്ന വിവാഹ പാർട്ടി സഞ്ചരിച്ച കാറാണ് കുണിയയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. എന്നാൽ അപകടത്തിൽപ്പെട്ടവരുടെ ജീവന് അപകടമൊന്നും വരാത്ത രീതിയിൽ കയ്യും മെയ്യും മറന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ നല്ല മനസ്സിനുടമകളായ വ്യക്തികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം വിജയൻ നന്മ നിറഞ്ഞ മനസ്സിനുടമകളായ വ്യക്തികളെ അനുമോദിച്ചു. 20,000 ആളുകൾ മരിക്കുന്നതാണ് ഒരു സുഹൃത്ത് പറയുന്നത്. ശരിയാണോ? എത്ര 20,000 ആളുകൾ ഒരു വർഷം മരിക്കുന്നതാണ് അവിടുന്ന് പറഞ്ഞത്. ശരിയാണോ?
ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ വർഷം 2015 കണക്ക് പ്രകാരം 1,46,000 പേരാണ് റോഡ് അപകടങ്ങളിൽ മരിച്ചത്. നിങ്ങൾ ഞെട്ടുന്നില്ല, ആരും ഞെട്ടുന്നില്ല. അതായത് ഒരു ദിവസം 400 ആളുകൾ റോഡിൽ പടഞ്ഞു മരിക്കുന്നു. ഇങ്ങനത്തെ ചെറുപ്പക്കാരില്ലാതെ തുടങ്ങാനോ അവിടെ ഉണ്ടാവും. രാവണീശ്വരം സാമൂഹ്യ വിനോദ വികസന കലാകേന്ദ്രം പ്രസിഡന്റ് കെ കുഞ്ഞിരാമൻ അധ്യക്ഷനായി. ബി ബാലകൃഷ്ണൻ, ടി ശാന്തകുമാരി, ബി മാധവൻ, പി വി ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദയനഗർ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്ലാസ്റ്റിക് മാലിന്യമുക്ത ഗ്രാമം പരിപാടിക്ക് തുടക്കമായി. ക്ലബ്ബ് പരിസരത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. വീടുകളിലെ പ്ലാസ്റ്റിക് കവറുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി 1000 പ്രകൃതിമിത്ര സഞ്ചികളാണ് ക്ലബ് പ്രവർത്തകർ തയ്യാറാക്കിയിരിക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടമായി 200ഓളം വീടുകളിൽ പ്രകൃതിമിത്ര സഞ്ചികൾ എത്തിക്കാനാണ് ക്ലബ് പ്രവർത്തകരുടെ തീരുമാനം. ഉദയനഗറിലെയും കരക്കക്കുണ്ടിലെയും വ്യാപാരികളും ക്ലബ് പ്രവർത്തകരുമായി കൈകോർക്കുന്നുണ്ട്. കടകളിൽ നിന്ന് വിതരണം ചെയ്യുന്ന സാധനങ്ങൾ നൽകാനും പ്രകൃതിമിത്ര സഞ്ചികൾ ഉപയോഗിക്കും. സഞ്ചികൾ മണ്ണിൽ അലിഞ്ഞു പോകുന്നതിനാൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും സാധിക്കും. പ്ലാസ്റ്റിക് ശേഖരണത്തിനായി കുടുംബശ്രീ പ്രവർത്തകരും വിദ്യാർത്ഥികളും രംഗത്തിറങ്ങുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ എസ് നായർ പ്രകൃതിമിത്ര സഞ്ചികൾ വ്യാപാരികൾക്ക് കൈമാറി. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ നമ്മൾ പുല്ലൂർപ്പെരിയ പഞ്ചായത്തിൽ ഇത് ഈ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ഒരു പ്രധാന അജണ്ടയായി എടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാനുള്ള ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഞങ്ങൾ ഈ ഇതുവഴി അതിനു മുമ്പ് ഞങ്ങൾ ഇത് ആരംഭിച്ച് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്കറിയാം, ഇത് നമ്മുടെ ഓരോ വാർഡിലും അല്ലെ ഓരോ വാർഡിലും ഓരോ ടീം വർക്കായി ചെയ്ത് എല്ലാ അവരൊരു 6 സോണായിട്ടാണ് അവർ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുമാതിരി ഓരോ ടീം വർക്ക് മാതിരി നമ്മളിത് ചെയ്ത് ഓരോ സ്ഥലത്ത് പ്ലാസ്റ്റിക് ശേഖരിക്കുകയും അത് രണ്ടാമത് അവിടെ നിന്നും പ്രത്യേകം തരംതിരിച്ച് അതിന്റെ വിപണനം ഇതേപോലുള്ള ഏജൻസികളെ ഏൽപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ക്ലബ് പ്രസിഡന്റ് എൻ പ്രകാശൻ അധ്യക്ഷനായി. ബി പി വേലായുധൻ, കെ ബിന്ദു, കെ രാജീവൻ, കെ മധു, കെ വി അരുൺകുമാർ, വി ചന്ദ്രിക തുടങ്ങിയവർ സംസാരിച്ചു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി ജനറൽ ആശുപത്രിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വാരാചരണത്തിന്റെ ഭാഗമായി നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സ്കിറ്റ് ശ്രദ്ധേയമായി. ഓഗസ്റ്റ് 1 മുതൽ 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരാചരണം ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. ജനറൽ ആശുപത്രിയിൽ നടന്ന പരിപാടി നഗരസഭ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ വെങ്കിടയ്യർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ ജയശ്രീ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിന് MLA ഫണ്ട് അനുവദിക്കാമെന്ന് NA നെല്ലിക്കുന്ന് MLA ഉറപ്പ് നൽകിയിട്ടുണ്ട്. 6 മാസം വേതനത്തോടുകൂടി സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന അമ്മമാർക്ക് അവധി നൽകണമെന്ന നിർദ്ദേശം ചടങ്ങിൽ ഉയർന്നുവന്നു. ഡോക്ടർ നാരായണ നായിക്, മാലിക് ദിന നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ പ്രൊഫസർ ആലിസ് ഡാനിയൽ, ഡോക്ടർ ജ്യോതി, ഡോക്ടർ അബ്ദുൽ സത്താർ, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ബിജു, ഡോക്ടർ പ്രീമ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഹജ്ജാജിമാർക്ക് സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിലാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഹാജിമാർക്ക് സ്വീകരണം നൽകിയത്. ആദ്യകാല കർഷകൻ കൂളിക്കാട് അബ്ദുള്ള ഹാജിയെ ആദരിക്കൽ ചടങ്ങും നടന്നു. സ്വതന്ത്ര കർഷക സംഘം കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത്. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന പരിപാടി അസയ്യിദ് നജ്മുദ്ദീൻ പൂക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ആ ഒരു കേൾവി അതിന് അവസരം കിട്ടിയ ആളുകളാണ് ഹജ്ജിന് പോകാറ് എന്ന് ബഹുമാനപ്പെട്ട ദീൻ നമ്മൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഒരു ഹജ്ജ് ഒരു മനുഷ്യൻ നിർവഹിക്കപ്പെടുക വഴി അല്ലാഹു അതിന് നൽകുന്ന പ്രതിഫലം ചെറുതല്ല. അൽ ഹജ്ജുൽ മബ്റൂർ, സ്വീകാര്യ യോഗ്യമായ ഒരു ഹജ്ജ് ലൈസ ലഹു, അവനില്ല ഇല്ലൽ ജന്ന. കോവൽ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായി.
മെട്രോ മുഹമ്മദ് ഹാജി, പാലക്കി കുഞ്ഞാമദ്, സി മുഹമ്മദ് കുഞ്ഞി, പി മുഹമ്മദ് കുഞ്ഞാടി, ബഷീർ വെള്ളിക്കോത്ത്, എം ഇബ്രാഹിം, എം മൊയ്തു മൗലവി, മൂസ, കെ വി അബ്ദുള്ള, കമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. പാലാട്ട് ഇബ്രാഹിം ഹാജി സ്വാഗതം പറഞ്ഞു. ഹൊസ്ദുർഗ് പൂങ്കാവനം കർപ്പൂരേശ്വര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത ധർമ്മവിചാര സത്രത്തിന് തുടക്കമായി. ഭാഗവതാചാര്യൻ പെരികമനായ ശ്രീധരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ഭാഗവത ധർമ്മവിചാര സത്രം നടക്കുന്നത്. ഹൊസ്ദുർഗ് പൂങ്കാവനം കർപ്പൂരേശ്വര ക്ഷേത്ര നവീകരണ കമ്മിറ്റിയുടെയും ഭാഗവത ധർമ്മപീഠത്തിന്റെയും സഹകരണത്തോടെയാണ് ശ്രീമദ് ഭാഗവത ധർമ്മവിചാര സത്രം നടക്കുന്നത്. ഭാഗവതാചാര്യൻ പെരികമന ശ്രീധരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഭാഗവത ധർമ്മവിചാര സത്രത്തിന് തുടക്കമായത്. ശ്രീമദ് ഭാഗവതത്തിന്റെയും നാരായണീയം ഹരിനാമകീർത്തനത്തിന്റെയും പഠനവും കഥാകഥനവുമാണ് ഭാഗവത ധർമ്മവിചാര സത്രത്തിൽ നടക്കുന്നത്. കോടിക്കണക്കിന് മാളികകൾക്കൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്കുണ്ട് സമ്പത്തിന്റെ മുടിചൂടാമന്മാരായിട്ട് കഴിഞ്ഞു കൂടുന്നത്. പക്ഷെ മാതാപ്പ് കയറ്റാവുന്ന പഴയ ഭാഷയാണ്. എന്താണ് ഇങ്ങനെ ഇതും കെട്ടിയിട്ട് ഒരു വടിയും കൊണ്ട് അങ്ങനെ നടക്കേണ്ടി വരുന്ന യാചകനായിട്ട് നടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങനെയുള്ള പലരും ഇത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ അടിസ്ഥാനം അന്വേഷിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കാം തിരിച്ചറിയാൻ കൂടിയിട്ടാണ്. ലക്ഷ്മീതോയ തരംഗഭംഗചപലാ വിദ്യുച്ഛലം ജീവിതം മിന്നൽ പിണറും. ക്ഷേത്രം മേൽശാന്തി ബദ്രീദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഭാഗവത ധർമ്മവിചാര സത്രത്തിന് ശ്രോതാക്കളായി നിരവധി ഭക്തജനങ്ങൾ എത്തിയിരുന്നു. തുടർന്നുള്ള മാസങ്ങളിൽ ഭാഗവത ധർമ്മവിചാര സത്രം നടത്താനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. സിവിൽ സപ്ലൈകോയിൽ നിന്നും വിരമിച്ചവരുടെ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സപ്ലൈകോ പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാതല യോഗം കാഞ്ഞങ്ങാട് നടന്നു. പുതിയകോട്ട ഫോർട്ട് വിഹാർ ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിലാണ് സപ്ലൈകോ പെൻഷനേഴ്സ് ജില്ലാതല യോഗം നടന്നത്. ജീവിതകാലം മുഴുവൻ സപ്ലൈകോയിൽ സേവനമനുഷ്ഠിച്ച ജീവനക്കാരുടെ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നതായിരുന്നു ഇവരുടെ ആവശ്യം. പിന്നെ നമ്മുടെ സപ്ലൈകോന്റെ ഈ രൂപീകരണം KSR പ്രകാരമാണ് നമ്മുടെ സർവീസ് പെൻഷൻ കമ്പനി ആക്ട് അങ്ങനെ രണ്ട് വിവേചനം അത് കിട്ടിയ മറുപടി തന്നെയാണ്. നമ്മുടെ അവിടെ കിട്ടിയ മറുപടി പ്രകാരം സർവീസ് KSR പെൻഷൻ കമ്പനി ആക്ട്. അപ്പൊ അതിന് നമ്മളൊരു കേസ് വേറെ കൊടുക്കേണ്ടി വരും. മനസ്സിലായി? കേവലം നമ്മൾ ഏകദേശം 1300 ആളോട് പ്രിപ്പയർ ആയിട്ടുണ്ട് സ്റ്റേറ്റിൽ മൊത്തം. അങ്ങനെ കൂടി വരും. ശനിയാഴ്ച കാഞ്ഞങ്ങാട്ടെത്തുന്ന കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിക്ക് നിവേദനം നൽകാൻ യോഗത്തിൽ തീരുമാനമായി. പത്മനാഭൻ അധ്യക്ഷനായി. വേലായുധൻ, കുഞ്ഞികൃഷ്ണൻ, വേണു, മാധവി തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ സർവകലാശാലകൾക്ക് കീഴിലുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിശ്വകർമ്മജർക്ക് 2% സംവരണം ലഭ്യമാക്കണമെന്ന് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി. നീലേശ്വരത്ത് സമാപിച്ച ജില്ലാ കൺവെൻഷനാണ് ഈ ആവശ്യമുന്നയിച്ചത്. നീലേശ്വരത്തെ NKBM ഹാളിൽ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന കൗൺസിലർ അഡ്വക്കേറ്റ് UP ബാലകൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആളുകൾക്ക് മുഴുവൻ കൊടുക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കഴിഞ്ഞ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ K. മാണി 2 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കാമെന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതിന്റെ ഓർഡർ ഇനി ഇറങ്ങിയിട്ടില്ല. അതിന് ഒരു ഫോളോ അപ്പ് നടത്താൻ നമ്മുടെ സംഘടനയ്ക്കും സാധിച്ചിട്ടില്ല. ഇത്തരത്തിൽ നമ്മുടെ സമുദായം അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കൊക്കെ ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിന് നമ്മളെല്ലാവരും സംഘടിച്ചേ മതിയാവും. ഗംഗാധരൻ ചുള്ളിക്കര അധ്യക്ഷത വഹിച്ചു. V. പത്മനാഭൻ, TK ശ്രീനിവാസൻ, രജിത രാമചന്ദ്രൻ, K. പത്മനാഭൻ, മുള്ളൂൽ ശശി, NA പത്മനാഭൻ, രവി കോട്ടുമൂല എന്നിവർ സംസാരിച്ചു. നിലവിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ കേരളത്തിലെ സർവകലാശാലകൾക്ക് കീഴിലുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിശ്വകർമ്മജ വിദ്യാർത്ഥികൾക്ക് 2% സംവരണം ലഭ്യമാക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. V. പത്മനാഭൻ പ്രസിഡന്റും രവി കോട്ടുമൂല സെക്രട്ടറിയും മുള്ളൂൽ ശശി ട്രഷററുമായി പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ അജാനൂർ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി അജാനൂർ യൂണിറ്റ് കൺവെൻഷൻ വെള്ളിക്കോത്ത് അഴീക്കോടൻ ക്ലബ് പരിസരത്താണ് നടന്നത്. റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ P. കുഞ്ഞികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സുരേന്ദ്രൻ അധ്യക്ഷനായി. P. ദാമോദരൻ, T. കുഞ്ഞുണ്ണി, ശിവജി വെള്ളിക്കോത്ത്, സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മാനങ്ങൾ സ്വീകരിച്ച എല്ലാ വിദ്യാർത്ഥികളെയും വളരെ ആദരമായി
നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു പുതിയ വഴി തുറക്കുവാൻ അവർക്ക് തീർച്ചയായും കഴിയേണ്ടതാണ്. സാഹചര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നുമല്ല. തുടർന്ന് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. അജാനൂർ പരശിവ വിശ്വകർമ്മ ക്ഷേത്രത്തിലെ നാലാപ്പാടം ഗ്രാമ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. അജാനൂർ ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രത്തിലെ നാലപ്പാടം ഗ്രാമ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് PK രാമകൃഷ്ണൻ ആചാരി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. നാൽപ്പാടം ഗ്രാമത്തിലെ ഒരു കുടുംബ സംഗമം എന്ന് പറയുന്ന സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ആള് നിറഞ്ഞു നിൽക്കേണ്ട ഒരു ഗ്രാമമാണ് നാൽപ്പാടം കുടുംബമായിരിക്കാൻ ഒരുപക്ഷെ മനുഷ്യന്റെ ഈ തിരക്ക് പിടിച്ച ജീവിത വേളയിൽ പല കാരണങ്ങളുമുണ്ട് ഈ പരിപാടിയിൽ എത്തിപ്പെടാൻ ഒരുപക്ഷെ താമസിച്ചില്ലാതെ നമുക്ക് കണക്കിലെടുക്കാം. എന്നിരുന്നാൽ കൂടിയും PA വേണുഗോപാൽ അധ്യക്ഷനായി. ക്ഷേത്രം മേൽശാന്തി ഹരിശ്ചന്ദ്രൻ ഭദ്രദീപം തെളിയിച്ചു. പല്ലവനാരായണ മുഖ്യപ്രഭാഷണം നടത്തി. ഭാസ്കരൻ ആയത്താർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സുധാകരൻ ആചാരി, മോഹനൻ ആചാരി, പുരുഷോത്തമൻ, കമലാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും ശ്രദ്ധേയമായി. KSKTU കൊളവയൽ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഇട്ടമ്മൽ പാട്യം സ്മാരക മന്ദിരത്തിലായിരുന്നു പഠന ക്ലാസ് നടന്നത്. KSKTU കൊളവയൽ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഠന ക്ലാസ് സംഘടിപ്പിച്ചത്. കുഞ്ഞിക്കണ്ണൻ പിലിക്കോട് പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടാണ് മറ്റ് പ്രദേശത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് അത് നേടാൻ പറ്റാത്തത്? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നമുക്ക് അറിയുന്നതാണെങ്കിലും ഈ അറിയുന്ന കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം അല്ലെ? കാരണം വെച്ചാൽ നമുക്ക് എപ്പോ ഈ മറവി നമുക്കൊരു വലിയൊരു രോഗമായിട്ട് വരും. ചിലപ്പോൾ നമ്മളെ ഒരു തലമുറയേക്കാൾ കൂടുതൽ പുതിയ തലമുറ എന്ന് പറയുന്നത് ഒരു 25 വയസ്സിന് താഴെയുള്ള നമ്മളെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് മറവി അല്ലെ, അൽഷിമേഴ്സ് എന്ന് പറയുന്നത് ഒരു രോഗമാണെന്നാ പറയുന്നത്. മറവി ഒരു രോഗമാണ്. തുടർന്ന് ക്ഷേമനിധി അംഗങ്ങളുടെ മക്കളിൽ നിന്ന് SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KSKTU കൊളവയൽ വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് കമലാക്ഷൻ കൊളവയൽ അധ്യക്ഷനായി. പള്ളിക്കൈ രാധാകൃഷ്ണൻ, PK കണ്ണൻ, K കോരൻ, MV നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. സംയുക്ത ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏക സിവിൽ കോഡിനും ഭീകരവാദത്തിനുമെതിരെ ആഗസ്റ്റ് 2-ന് ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഏക സിവിൽ കോഡിനും ഭരണഭീകരതയ്ക്കും മയക്കുമരുന്നിനുമെതിരെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 2-ന് ഹോസ്ദുർഗ് മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. മുൻ രാജ്യസഭാ നിയമസഭാ അംഗമായിരുന്ന അബ്ദുൾ സമദ് സമദാനി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യും. ഓഗസ്റ്റ് 2 മുതൽ 31 വരെയാണ് ക്യാമ്പയിൻ നടക്കുന്നത്. ഏക സിവിൽ കോഡിൻ്റെ അതുപോലെ ഭരണകൂട ഭീകരത്തിനെതിരായി ഭീകരവാദത്തിനും മയക്കുമരുന്നിനെതിരെ സംയുക്ത ജമാഅത്ത് ക്യാമ്പയിൻ ചൊവ്വാഴ്ച 2 മണിക്ക് സമാധാന സാഹിബ് ഉദ്ഘാടനം ചെയ്യും ടൗൺ ഹാളിൽ വെച്ചിട്ട്. നമുക്ക് തന്നെ അറിയാം ബാക്കി കാര്യങ്ങളിൽ രീതിയിലേക്ക് സ്വീകരിച്ചു അങ്ങനെ തൊട്ട് പോകാനുള്ളതെന്ന്. ജമാഅത്ത് ഇന്നല്ല ഇന്നു മുതൽ കുറേ കൊല്ലങ്ങളായി ഇതുമാതിരിയുള്ള ഭീകരവാദത്തിനും തീവ്രവാദത്തിനും അതുമാതിരി ഉള്ള സാമൂഹിക ദ്രോഹത്തിനെതിരെയുള്ള ഒരു നല്ല കലാപം വരുമ്പോൾ
കൂട്ടായ്മയായി എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സാധാരണ കൊല്ലത്തിൽ അല്ലെങ്കിൽ അനുഭവത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ്, പ്രഭാഷണങ്ങൾ തുടങ്ങിയവയും സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ മെട്രോ മുഹമ്മദ് ഹാജി, ബഷീർ വെള്ളിക്കോത്ത്, ബഷീർ ആറങ്ങാടി, കെയു ദാവൂദ് ഹാജി, ഹസൈനാർ, വൺഫുർ അബ്ദുൾ റഹ്മാൻ, മൊയ്തു മൗലവി, ഷെരീഫ്, മുബാറക് ഹസൈനാർ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. KSKTU അജാനൂർ വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. KSKTU സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വില്ലേജുകൾ തോറും സംഘടിപ്പിക്കുന്ന പഠന ക്ലാസ് അജാനൂർ വില്ലേജ് കമ്മിറ്റിയിൽ നടന്നു. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കൊടക്കാട് രാഘവൻ പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ടി രാമചന്ദ്രൻ അധ്യക്ഷനായി. ചേറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, MV രാഘവൻ, MR ദിനേശ്, TV പത്മിനി, ശോഭ, ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ബിഗ് ബൺ സിനിമാസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ലൈക്ക് ഷോർട്ട് ഫിലിമിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. കാഞ്ഞങ്ങാട് ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണലിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. മൊബൈൽ ഫോൺ ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനാണ് ലൈക്ക് ഷോർട്ട് ഫിലിം ബിഗ് ബൺ സിനിമാസിന്റെ ബാനറിൽ നിർമ്മിച്ചിരിക്കുന്നത്. കാഞ്ഞങ്ങാട് ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്ത് നിർവഹിച്ചു. നല്ല കൂട്ടായ്മയാണ് ഈ പ്രഭാതത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സിനിമ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു സംഗതി. സിനിമ എവിടെയുണ്ടോ അല്ലെങ്കിൽ കല എവിടെയുണ്ടോ അവിടെ സ്നേഹവുമുണ്ട് എന്നാണ് പറഞ്ഞു വെച്ചത്. കല എന്നാൽ അത് സ്നേഹമാണ്. സ്നേഹത്തിന് ജാതിയില്ല, മതമില്ല, ഭാഷയില്ല, ദേശത്തിൻ്റെ അതിർവരമ്പുകളില്ല. ഒരു ചലച്ചിത്രം രൂപപ്പെടുമ്പോൾ ഒരു സിനിമ എന്ന് പറഞ്ഞ് മാത്രം നമുക്കതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല. CIU പ്രേമൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. രഘുനാഥ് അധ്യക്ഷനായി. ബിഗ് ബൺസിന്റെ ബാനറിൽ രഞ്ജിരാജ് കരിന്തളം സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ലാൽ തിരുവനന്തപുരമാണ്. ഹരീഷ് പള്ളിക്കരയാണ് ഷോർട്ട് ഫിലിമിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ഹോളി ബാഗ് കമ്പനിയുടെ പുതിയ ഷോറൂം കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു. ബ്രാൻഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കായി നിലവിലുള്ള ഷോറൂമിനോട് ചേർന്നാണ് പുതിയ ഷോറൂം തുറന്നത്. UAE-യിലെ TV റേഡിയോ പരിപാടികളിൽ സജീവമായ ദേവിക മോഹനും മാസ്റ്റർ ആനന്ദ് ശ്രീധരും ചേർന്ന് ഭദ്രദീപം കൊളുത്തിയാണ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദ്ഘാടനത്തിനു ശേഷം ദേവിക മോഹൻ സംഗീത പരിപാടി അവതരിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ട്രോളിംഗ് നിരോധനം നീക്കി. ഹൊസ്ദുർഗ് കടപ്പുറത്ത് അനധികൃത മത്സ്യബന്ധനത്തിനെത്തിയ ബോട്ട് വള്ളക്കാർ തടഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വികസന സെമിനാർ നടന്നു. നന്മയുടെ കരങ്ങൾക്ക് അനുമോദനമർപ്പിച്ച് രാവണീശ്വരത്തുകാർ. കുണിയയിലെ നാട്ടുകാരെയാണ് അനുമോദിച്ചത്. പ്ലാസ്റ്റിക് മാലിന്യ വിമുക്തമാകും ഉദയനഗർ. പ്രകൃതി മിത്ര സഞ്ചികളുമായി ഫ്രണ്ട്സ് ക്ലബ്ബ് പ്രവർത്തകർ. ലോക മുലയൂട്ടൽ വാരാചരണം നടന്നു. വിവിധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടെ ഹജ്ജാജിമാർക്ക് സ്വീകരണം നൽകി. പൂങ്കാവനം കർപ്പൂരേശ്വര ക്ഷേത്രം ഭാഗവത കഥകളിൽ ലയിച്ചു. ശ്രീമദ് ഭാഗവത ധർമ്മ വിചാര സത്രത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.